നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നതാണ് ഡീസ്ട്രക്ചറിങ്. ഡീസ്ട്രക്ചറിങ് എന്താണെന്ന് നമുക്ക് കോഡിലൂടെ പഠിക്കാം. നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നതാണ് ഡീസ്ട്രക്ചറിങ്. ഡീസ്ട്രക്ചറിങ് എന്താണെന്ന് നമുക്ക് കോഡിലൂടെ പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു അറേ 10, 20, 30. അപ്പോൾ നമുക്കറിയാലോ അറേ 0 പൊസിഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0, 1, 2 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അറേയിലെ ഓരോ ഒബ്ജക്റ്റിനെ നമുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ കൺസോൾ ലോഗ് ചെയ്യണമെങ്കിൽ ഇതുപോലെ നമ്പേഴ്സ് ഓഫ് 0, നമ്പേഴ്സ് ഓഫ് 1, നമ്പേഴ്സ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ കൺസോൾ ലോഗ് ചെയ്താലേ നമുക്ക് ഇതുപോലെ വാല്യൂ കിട്ടത്തുള്ളൂ അല്ലേ. ഇതേ സാധനം നമുക്ക് ഡീസ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അതായത് ഈ അറേ ഒബ്ജക്ട്സുകളെ, അറേ എലമെന്റ്സുകളെ നമുക്ക് ഓരോ വേരിയബിളിലേക്ക് അസൈൻ ചെയ്തുകൊണ്ട് ഡീസ്ട്രക്ചർ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഡീസ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വേരിയബിൾ ഡയറക്റ്റ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഇതിന്റെ യൂസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പം ഒരു സിമ്പിൾ എക്സാമ്പിളാണ് പറഞ്ഞത്. എനിക്കിനി ഇതിൻ്റെ അകത്ത് സെക്കൻഡ് വേരിയബിൾ വേണ്ട. എനിക്ക് ഫസ്റ്റ് 0th പൊസിഷനും വേണം, സെക്കൻഡ് പൊസിഷനും വേണം, ഫസ്റ്റ് പൊസിഷൻ വേണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിത് ഈ സെക്കൻഡ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ, ഈ കോമ മാത്രം ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്ത് പറ്റും? എനിക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് ഇത് മാത്രം എടുക്കാൻ പറ്റും. ഫസ്റ്റ് വേരിയബിൾ തേർഡ് വേരിയബിൾ മാത്രം എടുക്കാൻ പറ്റും. തേർഡ് വാല്യൂ ഫസ്റ്റ് വാല്യൂ മാത്രം എടുക്കാൻ പറ്റും. സെക്കൻഡ് വാല്യൂ ഇല്ലാതെ ഫസ്റ്റ് വാല്യൂ തേർഡ് വാല്യൂ എടുക്കാൻ പറ്റും. അതിനായിട്ട് കോമ ഇട്ടാൽ മാത്രം മതി. ഓക്കെ, ഇത് മറ്റൊരു എക്സാമ്പിൾ. ഇനി നമ്മൾ ഇത് അറേയുടെ കാര്യമാണ് പറയുന്നത്. നമ്മളൊരു ഒബ്ജക്റ്റ് എടുക്കണം, അതും കുറച്ചൊരു കോംപ്ലക്സ് ഒബ്ജക്റ്റ്. ടെസ്റ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ്, അതിൻ്റെ അകത്ത് പേരുണ്ട്, ഏജ് ഉണ്ട്, ജെൻഡർ, അഡ്രസ്സ്. അഡ്രസ്സിൻ്റെ അകത്ത് ലൈൻ 1, ലൈൻ 2, പോസ്റ്റ് കോഡ് ഉണ്ട്. ഓക്കെ, ഇനി എനിക്കിത് കൺസോൾ ലോഗ് ചെയ്യണം. എന്ത് ചെയ്യും? എനിക്ക് ഇതിൻ്റെ അകത്ത് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിമും വേണം, പോസ്റ്റ് കോഡും വേണം. ഓക്കെ, നെയിമും പോസ്റ്റ് കോഡും മാത്രം. അതായത് നെയിം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എടുക്കാം, പോസ്റ്റ് കോഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് എടുക്കണം അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യും? നോർമൽ ആണെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞുകൊണ്ട് പ്രിന്റ് ചെയ്യും. അതുപോലെ ടെസ്റ്റ് ഡോട്ട് അഡ്രസ് ഡോട്ട് പോസ്റ്റ് കോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിന്റ് ചെയ്യും അല്ലേ, ഡയറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ. ഇതേ സാധനം നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഡീസ്ട്രക്ചർ ചെയ്യുവാണെങ്കിൽ എങ്ങനെ പറ്റുമെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടുത്തെ നമ്മളെടുത്ത് മാറ്റിയിട്ട് ഇതിന് പകരം ഒബ്ജക്റ്റ് അല്ലേ, ഒബ്ജക്റ്റ് ആകുമ്പോഴത്തേന് നമ്മൾ ഫസ്റ്റ് നെയിം എടുത്തു. ഇനി വേണ്ട എന്താണ്? പോസ്റ്റ് കോഡാണ് വേണ്ടത്. പോസ്റ്റ് കോഡ് ഏത് ഒബ്ജക്റ്റിൻ്റെ അകത്ത് ഇരിക്കുന്നത്? അഡ്രസ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ അകത്ത്. അതിൻ്റെ അകത്ത് ഏത് വന്നിട്ട് നമുക്ക് ഡീസ്ട്രക്ചർ, അതിനായിട്ട് ഒരു ബ്രാക്കറ്റ് ഇവിടെ ഇടുക, അതിനകത്ത് പോസ്റ്റ് കോഡ് എടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇത് പ്രിന്റ് ചെയ്യുക, നെയിം പോസ്റ്റ് കോഡ് എന്നുള്ളത് പ്രിന്റ് ചെയ്യുക. സെയിം റിസൾട്ട് നമുക്ക് കിട്ടും. ക്ലിയർ ആയോ? അപ്പം ഒബ്ജക്ട്സുകളെയും ഡീസ്ട്രക്ചർ ചെയ്യാൻ നമുക്ക് ഇത് വളരെ ഈസിയാണ്. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾക്ക് ക്ലിയർ ആയോ? അടുത്ത നോക്കാം. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു നമ്പേഴ്സ് അറിയണമെന്ന് വിചാരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് തന്നെ നമ്മൾ നമ്പേഴ്സ് അറയിലേക്ക് അതായത് ഡീസ്ട്രക്ചർ ചെയ്ത് നമ്പേഴ്സ് അറയിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് വാല്യൂ സെക്കൻഡ് വാല്യൂ എടുത്തെന്ന് വിചാരിക്കും. നമ്മളിത് കൺസോൾ ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 × 20 കിട്ടും അല്ലേ. ഇനി ഈ അറയ്ക്കകത്ത് 10, 20, 30 3 വാല്യൂസ് ഉണ്ട് അല്ലേ. നമുക്ക് ഇതിനകത്തെ ഫസ്റ്റ് വാല്യൂ മാത്രം നമുക്ക് എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാവരും സെപ്പറേറ്റ് അറേ ആക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ 3 ഡോട്ട് കൊടുത്തിട്ട് റെസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സെപ്പറേറ്റ് അറേ ആയിട്ട് നമുക്ക് കിട്ടും. ഫസ്റ്റ് വാല്യൂ മാത്രം സെപ്പറേറ്റ് കൊടുക്കും, ബാക്കിയുള്ളത് സെപ്പറേറ്റ് കൊടുക്കും. നമുക്കിതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. കണ്ടോ, ഫസ്റ്റ് വാല്യൂ മാത്രം സിംഗിൾ വാല്യൂ ആയിട്ട് കിട്ടി, ബാക്കിയുള്ളതെല്ലാം കൂടെ ഒരു സെപ്പറേറ്റ് അറേ ആയിട്ട് കിട്ടി. ഇതിനാണ് 3 ഡോട്ട് കൊടുത്തിട്ട് റെസ്റ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. റെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അതിന്റെ വാല്യൂ കിട്ടും. ക്ലിയർ ആയോ? ഇനി അടുത്തത് നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് വാല്യൂസ് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു എംപ്റ്റി അറേ ഇവിടെ എഴുതി വെച്ചേക്കും. ഒരു എംപ്റ്റി അറേ എഴുതി വെച്ചേക്കുന്നതിൻ്റെ അകത്തോട്ട് അതിൻ്റെ അകത്തുനിന്നുള്ള വാല്യൂ ഞാൻ ഡീസ്ട്രക്ചർ ചെയ്യാൻ നോക്കുവാണ്. അപ്പോൾ ഡീസ്ട്രക്ചർ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഈ ഫീൽഡുകളൊന്നും ഇല്ല, അതിന് വാല്യൂസും ഇല്ല. പക്ഷേ അതിന് എനിക്ക് അല്ലെങ്കിൽ ഒരു ഡമ്മി വാല്യൂ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഡിഫോൾട്ട് വാല്യൂ സെറ്റ് ചെയ്യാനായിട്ട് ഒരു ഈക്വൽ ടു കൊടുത്തിട്ട്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഇത് യൂസ് ചെയ്യുന്ന കേസ് വരുമ്പോഴത്തേന് ഇതിൻ്റെ അകത്ത് നമുക്ക് എറർ അടിക്കില്ല. നോക്കാം, ഞാൻ ഇവിടെ നെയിമിന് അനോണിമസ് എന്ന് ഡിഫോൾട്ട് കൊടുത്തതുകൊണ്ട്, അത് വേറെ എററാണ്. അനോണിമസ് ഡിഫോൾട്ട് കൊടുത്തതുകൊണ്ട് അതിൻ്റെ വാല്യൂ നെയിം എന്നുള്ള അനോണിമസ് പ്രിൻ്റായി. ഇനി ഞാൻ ഏജ് കൊടുത്താലും ഇതേപോലെ തന്നെ എനിക്ക് ഏജിൻ്റെ ഡിഫോൾട്ട് വാല്യൂ ആയ 0 പ്രിന്റ് ചെയ്തിട്ട്. നമുക്ക് എവിടെയെങ്കിലും ഇത് പല യൂസ് കേസസ് വരും. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ ലൈൻസ് ഓഫ് കോഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നമുക്ക് ചില കേസിൽ നമുക്ക് വാല്യൂസ്, ഡിഫോൾട്ട് വാല്യൂസ് ഒരേ ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പം മൾട്ടിപ്പിൾ പ്ലേസസിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലയിടത്തൊന്നും ചിലതിന് വാല്യൂസ് കാണത്തില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡിഫോൾട്ടായിട്ട് വാല്യൂസ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും.
ഓക്കെ, അതേപോലെ അറേസിനകത്തും ഡേറ്റ രജിസ്റ്റർ ചെയ്യുന്ന സമയത്തും വാല്യൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫോൾട്ടായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? ഇത് ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടി ഈ സിസ്റ്റമിന്, അതായത് നമ്മൾ ഒരു പേഴ്സൺ എന്ന് പറയുന്ന ഒരു ഒബ്ജക്ട്, ഇതിന്റെ ഫസ്റ്റ് നെയിം ഉണ്ട്, ലാസ്റ്റ് നെയിം ഉണ്ട്. നമുക്ക് ഈ പേര് എന്തെങ്കിലും എപ്പോഴെങ്കിലും റീനെയിം ചെയ്യേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നെയിം കോൺഫ്ലിക്റ്റ് വരുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീനെയിം ചെയ്യണമെങ്കിൽ നമ്മൾ ഡീസ്ട്രക്ചർ ചെയ്യുന്ന സമയത്ത് അതിനകത്തൊരു കോളൻ ഇട്ടേച്ച് നമ്മൾ അതിന്റെ പേര് പുതിയ പേര് കൊടുക്കാം. ഇപ്പം ടെസ്റ്റ് എന്ന് കൊടുക്കുമെന്ന് വെച്ചു. ടെസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ നെയിം കൊടുക്കുന്നതിന് എറർ വരും, എന്നാലും ഞാൻ ടെസ്റ്റ് എന്ന് കൊടുത്തു. ആ ടെസ്റ്റ് എടുത്തിട്ട് ഇവിടെ ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇനിയും ഒരു പ്രാവശ്യം ഡീസ്ട്രക്ചർ ചെയ്ത് ഒരു പേരിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പഴയ പേര് നമുക്ക് വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ എറർ വരുന്നത്. ഞാൻ ആ പുതിയ പേരെടുത്ത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, എനിക്ക് അതിന്റെ വാല്യൂ കിട്ടും. ബോബ് എന്നും കിട്ടും, ടെസ്റ്റ് എന്നുള്ള ബോബ് എന്നും കിട്ടും, ലാസ്റ്റ് നെയിം എന്നുള്ള സ്മിത്ത് എന്നും കിട്ടും. നമ്മൾ വേറെ കേസ് പറഞ്ഞായിരുന്നു നേരത്തെ, എന്തായിരുന്നു, ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇന്റേണലുള്ള സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, ഡീസ്ട്രക്ചർ ചെയ്യാൻ പറ്റുമായിരുന്നു. അതെവിടെയാണ്, അത് വേറെയാണ്, ഇത് വേറെയാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളൻ ഇട്ടിട്ട് പേര് കൊടുക്കുന്നതാണ്, അതായത് റീനെയിം ചെയ്യുന്നതാണ് ഇത്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെയുള്ള കേസ് പോസ്റ്റ് കോഡൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ അഡ്രസ്സ് എന്നുള്ള ഒബ്ജക്റ്റിന്റെ അകത്ത് ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് അതിൻ്റെ അകത്ത് കീ എടുക്കുന്നത്. മനസ്സിലായി? ഇത് അത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇത് ഇതിന്റെ അകത്തുള്ള വാല്യൂ എടുത്ത് നമുക്ക് പുറത്തോട്ട് ഡീസ്ട്രക്ചർ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഇതെന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഫസ്റ്റ് നെയിമിന് നമുക്ക് റീനെയിം ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ അപ്പോൾ കോളൻ ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേന് ഇവിടെ നമുക്ക് കോളൻ ബ്രാക്കറ്റിന്റെ അകത്താണ് നമ്മുടെ ആ ഒരു കീയുടെ പേര്. ക്ലിയർ ആയോ? ഇതാണ് ഡീസ്ട്രക്ചറിങ്. ക്ലിയർ ആയെന്ന് വെച്ചാൽ നമുക്ക് അടുത്തത് എന്ത് നോക്കാം, മോഡ്യൂൾസ് നോക്കാം.